ഈ വർഷത്തെ ആദ്യ മലയാള ചിത്രം ഇന്ന് റിലീസായി. സിനിമ നമ്മളെല്ലാവരെയും ഒരുപോലെ ഞെട്ടിക്കുമെന്നും മലയാള സിനിമ പ്രേമികൾ ഇതുവരെ കാണാത്ത ആക്ഷൻ രംഗങ്ങളൊക്കെ സിനിമയിലുണ്ടെന്നും അവസാനത്തെ ക്ലൈമാക്സ് ആക്ഷൻ രംഗങ്ങളൊക്കെ കണ്ടിട്ട് മലയാളികൾ ഞെട്ടിപ്പോകുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ സിനിമ നമ്മളെല്ലാവരെയും, അതായത് മലയാള സിനിമ പ്രേമികളെ ഞെട്ടിച്ചോ അതോ മലയാളികളെ മൂഞ്ചിച്ചോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. സിനിമ കാണാൻ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും റിവ്യൂ ഒന്ന് കാണുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ സിനിമയുടെ കഥാപ്ലോട്ട് നോക്കുകയാണെങ്കിൽ പെൺകുട്ടികളുടെ മാനം കവർന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു വില്ലൻ പെട്ടെന്നൊരു ദിവസം കൊല്ലപ്പെടുകയാണ്. അപ്പോൾ ആരാണ് കൊന്നത്, എന്തിനാണ് കൊന്നത് എന്നുള്ളത് പോലീസ് അന്വേഷിക്കുകയാണ്. ഈ കേസ് അന്വേഷിക്കുന്ന പോലീസിനെ യാദൃശികമായിട്ട് സ്കെച്ചിങ്ങിൽ ടാലന്റഡ് ആയിട്ടുള്ള നമ്മുടെ ഈ സിനിമയിലെ നായകനായിട്ടുള്ള ഹരൺ ശങ്കർ എന്ന് പറയുന്ന നമ്മുടെ ടൊവിനോ തോമസ് പോലീസിനെ സഹായിക്കുന്നു. പിന്നീട് പോലീസും നായകനായിട്ടുള്ള ഹരൺ ശങ്കർ എന്ന് പറയുന്ന ടൊവിനോ തോമസ് ചേർന്നിട്ട് നടത്തുന്ന കാര്യങ്ങളാണ് സിനിമ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതാണ് ഈ സിനിമയുടെ കഥാപ്ലോട്ട് എന്ന് പറയുന്നത്. പിന്നീട് ഈ സിനിമയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സിനിമയുടെ ഛായാഗ്രഹണം നന്നായിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഡയറക്ഷനും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ തിരക്കഥയുടെ വലിയൊരു അഭാവം ഈ സിനിമയിലുണ്ട്. കാരണം ഒരു സാധാരണ മൈൻഡിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും മനസ്സിലാവില്ല. കാരണം പുതിയ ടെക്നോളജിയാണ്, പുതിയ കഥയും കാര്യങ്ങളൊക്കെയാണ്, ആ ഒരു ലെവലിലാണ് സിനിമ പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഏജായ ആൾക്കാർക്കൊന്നും സിനിമ എന്താണ് പറയുന്നതെന്നും എന്താണ് സിനിമ ഉദ്ദേശിക്കുന്നതെന്നും പറഞ്ഞു തരില്ല. പരമാവധി സിനിമ കാണുന്ന പ്രേക്ഷകനെ കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ സിനിമയിൽ തന്നെ ഒരു കഥാപാത്രമായിട്ട് നമ്മുടെ ഷമ്മി തിലകൻ എത്തുന്നുണ്ട്. അതാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഷമ്മി തിലകൻ പറയുന്ന പോലെയാണ് പിന്നീട് സിനിമയിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്ന വിധത്തിൽ സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ നായിക കഥാപാത്രമായിട്ട് എത്തുന്നത് നമ്മുടെ തെന്നിന്ത്യൻ താരറാണിയായിട്ടുള്ള തൃഷയാണ്. തൃഷ ഈ സിനിമയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു നല്ലൊരു ശക്തമായിട്ടുള്ള കഥാപാത്രമായിരിക്കും തൃഷ ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും തോന്നുന്നു. പക്ഷേ അത്ര വലിയ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിരുന്നില്ല അലീഷ എന്ന് പറയുന്ന ഈ തൃഷയുടെ കഥാപാത്രത്തിന്. ഒരു സാധാരണ റോളാണ് തൃഷയ്ക്ക് ഈ സിനിമയിൽ കൊടുത്തിട്ടുള്ളത്. അത് സാധാരണഗതിയിൽ തന്നെ തൃഷ അഭിനയിച്ചിട്ട് നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട്. അല്ലാണ്ട് ഒരു ശക്തമായ കഥാപാത്രമോ ഒന്നുമല്ല. തൃഷയെ കൊണ്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ വേറെ ആരെയും കൊണ്ട് ചെയ്താലും ആ ഒരു റോൾ ഓക്കെയാണ് എന്നുള്ള തരത്തിലുള്ള റോളായിരുന്നു. പിന്നെ സിനിമ ആക്ഷൻ ത്രില്ലർ ഗണത്തിൽ പെടുന്ന ഒരു സിനിമയാണെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ആകെ രണ്ട് ഫൈറ്റ് സിനിമയിലുള്ളൂ. ആ രണ്ട് ഫൈറ്റിലും നമ്മുടെ ടൊവിനോ തോമസ് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അവസാനത്തെ ഫൈറ്റിൽ ടൊവിനോ തോമസിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ടൊവിനോ തോമസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മലയാള സിനിമ പ്രേമികൾ കാണാത്ത ഒരു ആക്ഷനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു ആക്ഷൻ ഒന്നല്ല. അത് എക്സ്പെക്ട് ചെയ്തിട്ട് ആരും സിനിമയ്ക്ക് പോകണമെന്നില്ല. ഇതൊരു ആക്ഷൻ ത്രില്ലർ ഗണത്തിൽ പെടുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയിൽ പ്രധാനമായിട്ടും നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടത് സിനിമയിലെ വില്ലനാണ്. വില്ലൻ കഥാപാത്രം സ്ട്രോങ് ആയാൽ മാത്രമാണ് സിനിമയിലെ നായകന് അതിനനുസരിച്ച് പെർഫോം ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ സിനിമയിൽ വില്ലൻ അതിന് മാത്രം പോകുന്നൊരു വില്ലൻ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ കണ്ടു പരിചരിച്ച ഈ സിനിമയിൽ വില്ലൻ കഥാപാത്രം ചെയ്ത ആ ഒരു വ്യക്തിക്ക് ഇതേപോലെ ഒരുപാട് സിനിമകൾ വേറെയുണ്ട്. ആ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു വില്ലൻ കഥാപാത്രമായിട്ടാണ് സിനിമയിൽ ആ ഒരു റോൾ ചെയ്തിട്ടുള്ള ആൾ വരുന്നത്. ഞാൻ സ്പോയിലറായിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ ആകെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫിൽ ഒരു ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്നുണ്ട്. ആ ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ഒരു രോമാഞ്ചം നൽകുന്ന ഒരു സീനും കാര്യങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. അതില്ലാന്ന് പറയുന്നില്ല, നല്ല രീതിയിൽ തന്നെ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. സിനിമയിൽ ഒരുപാട് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ രസമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. സിനിമ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആവറേജിൽ താഴെയുള്ള ഒരു ഫസ്റ്റ് ഹാഫും അതേപോലെ തന്നെ ആവറേജ് മാത്രമുള്ള ഒരു സെക്കൻഡ് ഹാഫുമാണ് സിനിമയുടെ ആകെ മൊത്തമായിട്ട് നമുക്ക് വിലയിരുത്താനുള്ളത്. എന്തായാലും നല്ല പ്രതീക്ഷയോടെ തന്നെയാണ് സിനിമ കാണാൻ പോയത്. ആ പ്രതീക്ഷയ്ക്കൊത്ത് നിലവാരം പുലർത്തിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും താഴ്ന്ന് കമൻറ്റ് ചെയ്യുക.